ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ പ്രത്യേകിച്ച് ഈ ധനനഷ്ടം എപ്പോഴെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തി വേണം ജീവിതത്തിൽ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ഇറങ്ങേണ്ടത്. അതെങ്ങനെയാണ്? 3-ാം ഭാവം 12-ാം ഭാവം ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൂടാതെ 6-ാം ഭാവത്തിന് ഒരു പ്രാധാന്യമുണ്ട്. 3-ാം ഭാവം ഏത് രാശിയാണ്? ആ രാശിയാധിപൻ എവിടെയാണ് നിൽക്കുന്നത്? 6-ാം ഭാവം ഏത് രാശി വരുന്നു? 6-ാം ഭാവാധിപൻ എവിടെ? വ്യാഴം ഈ 3-ലോ 6-ലോ അല്ലെങ്കിൽ 12-ലോ നിൽക്കുന്നുണ്ടോ? 12-ാം ഭാവം ഏത് രാശി വരുന്നു? 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ്? 12-ാം ഭാവാധിപൻ ഏത് രാശിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ വിലയിരുത്തിയിട്ട് വേണം തൊഴിൽ രംഗത്ത് ഇറങ്ങിത്തിരിക്കാൻ. സ്വന്തമായി ചെയ്യുന്ന തൊഴിലുകൾ എന്തായാലും അതിനിറങ്ങുമ്പോൾ ഈ 3 കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമുക്ക് ഭാവിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ.